നമ്മളിത് നോക്കാണ്ടിരിക്കണം ഗേസ്. ബാംഗ്ലൂർ ബ്ലോഗ് പാർട്ട് 3 ആണ്. ഇന്നാണ് ഗേസ് കടയുടെ ഇനാഗ്രേഷൻ നടന്നത്. നമ്മളെന്തായാലും ഡ്രസ്സ് ഇട്ടാണ് നമ്മൾ കടയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കാറ് വരും. അപ്പോൾ അവിടെ കട എത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും ഉദ്ഘാടനം നടക്കുമ്പോൾ മിനിറ്റുകളുണ്ട്. ഇതാണ് ഗേസ് സ്ഥലം. ഇതാണ് ഗേസ് നമ്മളെ ഷോപ്പ്. RC യുണൈറ്റഡാണ് ഗേസ് ഷോപ്പ്. ഇനാഗ്രേഷൻ തുടങ്ങാനായിട്ടുണ്ട്. എന്തായാലും ഇനാഗ്രേഷൻ തുടങ്ങുന്ന വീഡിയോ തുടങ്ങും. പ്ലീസ് കട ഇനാഗ്രേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. നമുക്ക് തിന്നണ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാച്ചാന്റെ FC യുണൈറ്റഡ്. പറയൂ, എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഒരു ബീച്ച് വൈബിൽ നസ്രിയ റെഡിയായിട്ടുണ്ട്. ബീച്ച് വളരെ നല്ല അഭിപ്രായം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയുണ്ട് കാണാൻ. മലയാളി ഈ കട സൂപ്പർ ഡിസൈൻഡ് ആണ്. ഐ ആം സോ പ്രൗഡ്. ഈ കളത്തിൽ കണ്ടു. ദാണ്ട് അവിടെ മാനേജർ നിൽക്കുന്നു. കാണിച്ചോട് പറയാമോ? ഈ അവസരത്തിൽ എന്താണ് പറയുന്നത്? അൽഹംദുലില്ലാഹ്, എല്ലാം ബർക്കത്തായിട്ട് നടക്കട്ടെ, ഹൈറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാം അൽഹംദുലില്ലാഹ് എല്ലാം ശുഭമായി കലാശിച്ചു. അള്ളാഹു അനുഗ്രഹം ചെറിയട്ടെ. സന്തോഷം. കട ഉദ്ഘാടനം ചെയ്തതിന് സന്തോഷം. എനിക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എന്തോരണം കട തുറന്നതല്ല, അടിപൊളിയായിട്ട് കട തുറന്നിട്ടുണ്ട്. അപ്പ സൂപ്പറായിട്ടുണ്ടായിരുന്നു. സൂപ്പറായിട്ട് നല്ല നല്ല കത്രികയായിരുന്നു. സൂപ്പറായിട്ട് മുറിഞ്ഞ നാട, പെട്ടെന്ന് മുറിഞ്ഞ നാട. ഷോപ്പൊക്കെ അടിപൊളി കേട്ടോ, ഷോപ്പൊക്കെ അടിപൊളി. സൂപ്പറായിട്ട് കടയെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. തിരുവനന്തപുരത്തുള്ളപ്പോൾ ഞാൻ ഇട്ടിക്കണ വേറൊക്കെ FC യുണൈറ്റഡിന്റെ ആണ്. ഇതെല്ലാം FC യുണൈറ്റഡിന്റെ ഡ്രസ്സുകളാണ്. അതേപോലത്തെ അൽഹംദുലില്ലാ, നല്ല കടയാണ്. നല്ല ഫിറ്റിംഗ്സ് ഒക്കെ നല്ല ഇതാണ്. വളരെ നല്ല അഭിപ്രായം. അഹങ്കാരം കൊണ്ട് പറയുകയല്ല, ഇതുപോലൊരു സാധനം വേറെ സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. എന്താ നിങ്ങളല്ല വന്നതിൽ വളരെ സന്തോഷം. പ്രതീക്ഷിക്കാം. എന്റെ അഭിപ്രായത്തിൽ ലേഡീസിന്റെ ഇവിടെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. ബട്ട് സ്റ്റിൽ വെരി നൈസ് ഇന്റീരിയർ ആൻഡ് നല്ല രസമുണ്ട് എല്ലാം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ടീഷർട്ട് ഇട്ടുകൊണ്ട് നടന്ന ഞാൻ FC യുണൈറ്റഡിലെ ഷർട്ട് വാങ്ങിച്ചത് ഫുള്ളി FC യുണൈറ്റഡിലെ ഷർട്ടാണ് ഗെയ്സ് ഇടുന്നത്. അടിപൊളിയാണ് ഗെയ്സ്. അങ്ങനെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ കാറില് വീട്ടിൽ പോകണം ഗെയ്സ്. ഇപ്പൊ സമയം 6 മണി ആയിട്ടുണ്ട്. നമ്മൾ എന്തായാലും കസിൻസും എല്ലാവരൊക്കെ ആയിട്ട് മാളിൽ പോവുകയാണ് ഗെയ്സ്. ഇപ്പൊ ഉബർ വരും. വേറെ പരിപാടിയൊന്നും ഇല്ല എനിക്ക് ഗെയ്സ് പ്രത്യേകിച്ച്. അതാണ് ഇന്ന് വ്ളോഗ് ഒന്നും എടുക്കാതിരുന്ന ഗെയ്സ്. ഇപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നെക്സസ് മാളാണ് ഗെയ്സ്, കോർമംഗലം. അപ്പൊ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരും കൂടെ വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറുന്നതാണ് ഗെയ്സ്. അപ്പൊ നമ്മൾ എന്തായാലും മാളിന് അകത്ത് കയറിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. ഇന്ന് ഏത് ദിവസം? മൺഡേ ആയിട്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഇന്നലെ സൺഡേ ആ ചർച്ച് സ്ട്രീറ്റിൽ പോയപ്പോഴും നല്ല തിരക്കുണ്ടായി. അതുകൊണ്ട് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റില്ല. ഇവിടെയാണെങ്കിൽ ട്രൈപോഡ് വെച്ച് നല്ല രീതിയിൽ വ്ളോഗ് എടുക്കാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രൈപോഡ് വെച്ച് വ്ളോഗ് എടുക്കുന്നത് ഗൈസ്. ഇപ്പം ഞാനിപ്പോൾ ലെവീസിന്ന് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ്ളോഗ് എടുക്കാൻ പറഞ്ഞായി. ഇപ്പം നമ്മളിതിൽ നേരെ പോകുന്നത് മിനിസോയിലാണ് ഗൈസ്. നമ്മൾ ട്രിവാൻഡ്രത്തെ മിനിസോയിൽ പോയി പരിചയമുള്ളൂ. ഇവിടുത്തെ മിനിസോ കയറി നോക്കാം ഗൈസ്. ആദ്യം വ്ളോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് കയറി നോക്കാം. ഓക്കെ, ക്യാമറ കറക്റ്റ് കിട്ടണമെന്നൊരു ഡൗട്ടുണ്ട് ഗെയ്സ്. നമ്മളിപ്പം ഫുഡ് കോർട്ടിലാണ് ഗെയ്സ് വന്നിട്ടുള്ളത്. ഇവിടെ ലൈക്ക് ഇതിൽ ചെറുതായിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നത് ലൈറ്റായിട്ട് ഇതിൽ ഫ്രൈസാ, ചായ, കോഫി അങ്ങനത്തേക്ക് അങ്ങനെ പ്ലാൻ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നതാണ് ഗെയ്സ്. അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള കഴിക്കാനാണ് പ്ലാൻ ഗെയ്സ്. ഇവിടെ വന്നുകൊണ്ട് സീറ്റ് തപ്പാൻ്റെ ആവശ്യമില്ല. ഇവിടെ ആൾക്കാർ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് കയറുമ്പോൾ തന്നെ സീറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. വഴിമാറ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇത് നഗാസാ KFC അവിടെ പോവാം ഗെയ്സ്. അപ്പൊ നമ്മൾ എന്തായാലും ഫ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് നമ്മൾ ഐസ്ക്രീം വാങ്ങാൻ പോകണം ഗെയ്സ്. എനിക്ക് തണുപ്പുള്ളതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിക്കില്ല. ബാക്കിയുള്ള ഐസ്ക്രീം കഴിക്കാൻ പോകണതാണ്. വെറുതെ വന്ന് ഗെയ്സ് വാങ്ങാൻ.
ഗൈസ് ഇപ്പൊ നമ്മൾ എന്തായാലും ഫ്രൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് തിന്നിട്ട് കാണാം. തിന്നണതിന്റെ ഇടയ്ക്ക് എനിക്ക് വ്ലോഗിങ് പറ്റൂല ഗൈസ്, എനിക്ക് മടിയാണ്. അപ്പൊ ഫ്രൈസ് എത്തിയിട്ടുണ്ട്. ഇനി വേറെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാം കൂടെ ഇപ്പൊ വരുന്നു. ഫ്രൈസ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ഇപ്പൊ തിന്നിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിച്ച് ഇനി നേരെ അടുത്ത സ്പോട്ട് തപ്പി പോകണയാണ്. ഇനി അടുത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ തന്നെയാണ് ഗൈസ് പ്ലാന്. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചുമ്മാ കറയും നടക്കും. ഗൈസ് നമ്മൾ നാളെയാണ് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോകുന്നത്. ഈ വ്ളോഗ് ചിലപ്പോൾ നിങ്ങൾ കാണുന്നത് ട്രിവാൻഡ്രം എത്തിയിട്ടായിരിക്കും ഞാൻ. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പൊ ഇനി നേരെ പോകാൻ പോകുന്നത് ഒരു ഗ്ലെൻസ് എന്ന് പറഞ്ഞൊരു കഫേയിലാണ്. അവിടെ നമ്മൾ മറ്റേ റെഡ് വെൽവെറ്റ് മിനി ക്ലബ് കേക്ക് കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മളെ പ്ലാനിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മള് കഫേയിലല്ല അപ്പൊ ആദ്യം പോകണം. നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. നമ്മള് കഫേയിൽ പിന്നെ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ കഫേ പോണത് ഗൈസ്. അപ്പം ചായ കുടിച്ചിട്ട് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ഗ്യാങ് ആയിട്ടാണ് ഇവിടെ ചായ കുടിക്കാൻ വന്നിട്ടുള്ളത്. ഇവൻ ലെമൺ ജ്യൂസ് ആണ് പറഞ്ഞത്, അറിയാണ്ട് മാറി ലെമൺ ടീ കൊടുത്തു ഗൈസ്. ഗ്ലാസ്സിൽ കുടിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ നല്ല ചായ. നമ്മളിപ്പോ എവിടെ പോകുന്നത് ആക്ച്വലി? നമ്മളിപ്പോൾ ഗ്ലെൻസ് ബേക്ക് ഹൗസിൽ കഴിക്കാൻ പോവുകയാണ്. നമ്മൾ അവിടെ മിനി വെൽവെറ്റ് പ്ലം കേക്ക് കഴിക്കാൻ പോണെയാണ് ആ ബേക്കറിയില്. അപ്പൊ ഇത് കുടിച്ചിട്ട് വേണം, നമ്മള് പ്ലാൻ മാറ്റിയതാണ് നൈസിനെ. അപ്പൊ ഇത് കുടിച്ചിട്ട് വേണം നമുക്കിനി ആ ബേക്കറി പോകാൻ. അപ്പൊ ഇത് കുടിച്ചിട്ട് വരാം. ഓക്കെ, ഇവിടെ എന്തായാലും നല്ല തിരക്കാണ്. വ്ളോഗിങ് ഈ ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം വ്ളോഗിങ് ഭയങ്കര പാടാണ്. ഞാൻ നമ്മളെ ട്രിവാൻഡ്രത്ത് നല്ല ഷോർട്ട് വ്ളോഗ് എടുക്കണത് എനിക്ക് ലോങ് വ്ളോഗ് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് കേസ് ട്രാവൽ ചെയ്തപ്പോൾ ഒരു ലോങ് വ്ളോഗ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടിയത് കേസ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്തായാലും ലോങ് വ്ളോഗ് ചെയ്യുന്നത്. ഇനി എന്തായാലും ഞാൻ മാക്സിമം ലോങ് വ്ളോഗ് ചെയ്യാനാണ് താല്പര്യം എനിക്ക് കൂടുതൽ. കാരണം ഇതാകുമ്പോൾ വലുതായിട്ട് വോയിസ് ഓവറും കൊടുക്കണ്ട, എഡിറ്റ് ചെയ്യണ്ട. അപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് കുടിച്ചിട്ട് വരാം. അതുവരേക്കും ഗെയ്സ്. അപ്പൊ നമ്മൾ എന്തായാലും ഓട്ടോ കയറിയിട്ടുണ്ട്. ഓട്ടോയിൽ ദീദി, ആലിയ, ഞാനാണ് ഉള്ളത്. അവരൊക്കെ വേറെ ഓട്ടോയിൽ വരും ഗൈസ്. മൈക്ക് ഇട്ടില്ല, മറന്നുപോയി. നമ്മളെന്തായാലും അവിടെ എത്തിയിട്ട് മൈക്ക് ഇടുന്നതാണ് ഗൈസ്. ഓക്കെ, അവിടെ എത്തിയിട്ട് ഞാൻ കുറേ ക്ലിപ്സിൽ പറഞ്ഞ് അവിടെ എത്തിയിട്ട് കാണാമെന്ന് ഞാൻ മറന്നു പോണെയാണ്. ഞാൻ ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളെ സ്ഥലം മാറി നമ്മൾ നേരെ ഇവിടെ ഇരിക്കാൻ വന്നിട്ടുണ്ട്. സീറ്റ് ഇപ്പുറത്ത് മാറി ഇപ്പുറത്താക്കിയിട്ടുണ്ട്. ഭയങ്കര സൗണ്ട്. അപ്പൊ എന്തായാലും ആപ്പയും പിന്നെ അതിന്റെ വേറെ രണ്ട് കസിൻസും കൂടെ വന്നിട്ട് വേണം ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട്. ബാക്കിയുള്ളവർ നേരെ നമ്മളെ റൂമിലോട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്ക് തലവേദന എടുത്ത് അവർ പോയി ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത സാധനം. അടുത്തത് വന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് റെഡ് വെൽവെറ്റ് പ്ലം കേക്ക്. എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും തിന്നാൻ പോകണയാണ് ഗൈസ്. നമ്മളിത് തിന്ന് നോക്കിയില്ല, ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ പേരെന്താണ്? ഗൈസ്, മിനി റെഡ് വെൽവെറ്റ് കപ്പ് കേക്കാണ്. കഴിച്ചു നോക്കാം. ഗൈസ്, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. വെറൈറ്റി ടേസ്റ്റ് ഗൈസ്. കപ്പ് കേക്കിന്റെ പുറത്തൊരു ക്രീം. ഇത് വേറൊരു സാധനമാണ്. പിന്നെ ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരെന്തോന്ന്? കാരമൽ ടാൻഗ. ഇതാണ് ഗൈസ് കാരമൽ ടാർട്ട്. നമുക്ക് ഇതും കൂടെ കഴിച്ചു നോക്കാം. ഞാനത് കാരമൽ ഫില്ലിങ്സ് ആണ് ഗൈസ്. പുറത്തൊരു ബിസ്ക്കറ്റിന്റെ ടൈപ്പ് ഒരു നല്ല ഫ്ലേവർ. കഴിച്ചു നോക്കാം. ഇത് കൊള്ളാം ഗൈസ്. ഭയങ്കര മധുരമുണ്ട് ഗൈസ് ഇതിന്. ഇവിടെ ആരില്ലാത്തോണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ തല വീണാൽ നമുക്ക് പറയാം ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും കഫേന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഊബറിൽ നേരെ വീട്ടിൽ പോകണം. വേറെ പരിപാടികളാണൊന്നുമില്ല. നാളെയാണ് ഗൈസ് ബാംഗ്ലൂരിലെ ഫൈനൽ വ്ലോഗ് വരുന്നത്. ഇന്നും കൂടെ നമ്മളുള്ളൂ ബാംഗ്ലൂരിൽ. അപ്പം എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. അതുവരേക്കും ബൈ.